मंच पर विराजमान श्री वेलापल्ली नरेशन जी, डॉक्टर एम.एन. सोमन जी, श्री तुषार वेलापल्ली जी, डॉक्टर शशि कुमार जी, बी मुरलीधरन जी और विशाल संख्या में पधारे हुए सभी वरिष्ठ भाई और बहनों, വേദിയിലിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, ഡോക്ടർ എം.എൻ. സോമൻ അവർകൾ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, ഡോക്ടർ ശശികുമാർ അവർകൾ, അതോടൊപ്പം ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, सामान्यतः राजनेताओं के मृत्यु के बाद 1 या 2 साल में उनका अंतिम मृत्यु हो जाता है, लोग भूल जाते हैं। कुछ राजनेता तो ऐसे होते हैं कि लोगों की नज़रों में जीते जी भी मर जाते हैं, लेकिन बहुत कम लोग होते हैं जो मृत्यु के इतने सालों बाद भी जिंदा रहते हैं। സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ദേഹാവസാനത്തിന് ശേഷം 1-2 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ആത്യന്തികമായ മരണം സംഭവിക്കാറുണ്ട്. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മരണം സംഭവിക്കാറുണ്ട്. അവരെ ശരീരത്തിൽ മാത്രമേ ജീവിച്ചിരിക്കാറുള്ളൂ. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അവരുടെ ദേഹാവസാനത്തിന് ശേഷവും അവർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നവരായിട്ട് നിലനിൽക്കാറുള്ളൂ. श्रीमान आर शंकर जी ने ऐसे कैसे महान काम किए होंगे कि आज भी वो केरल के जन जन के हृदय में जीवित है। ആർ ശങ്കർജി അദ്ദേഹം അതിമഹത്തായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ആ സ്ഥിതി നിലനിർത്താൻ. सदगुरु नारायण गुरु ने जो सपना देखा था, जो रास्ता उन्होंने दिखाया था, उस रास्ते पर जीवन भर जीने का अगर किसी ने प्रयास किया तो उस महापुरुष का नाम है आर शंकर जी। ശ്രീനാരായണ ഗുരുദേവൻ ഏതൊരു സ്വപ്നം കണ്ടിരുന്നുവോ, ഏതൊരു സ്വപ്നം സഫലമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ, ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടി ജീവിതാവസാനം വരെ ജീവിച്ച മഹാനായിരുന്നു ആർ ശങ്കർ. राजनीतिक जीवन में बहुत ऐसे पल आते हैं कि जहां लोग कहते हैं बड़े प्रैक्टिकल पॉलिटिशियन, और प्रैक्टिकल पॉलिटिशियन के नाते ढेर सारे समझौते कर करके अपने आप को बचाए रखना होता है। लेकिन आर शंकर जी के जीवन को देखें तो वे नारायण गुरु ने जो शिक्षा दीक्षा दिखी थी उसमें कभी कॉम्प्रोमाइज नहीं किया। राजनीति में संकट झेलने पड़े लेकिन रास्ता नहीं छोड़ा। मैं ऐसे महापुरुष को प्रणाम करता हूं। രാഷ്ട്രീയ രംഗത്ത് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സാധാരണ പറയാറുള്ളത് അവർ പ്രായോഗിക രാഷ്ട്രീയക്കാരാണെന്നാണ്, പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ. പക്ഷേ ആർ ശങ്കർ അത്തരത്തിൽ വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് പ്രായോഗിക രാഷ്ട്രീയക്കാരനായിട്ട് മാറാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം നൽകിയ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ തത്വങ്ങൾ, ആ തത്വങ്ങൾ അക്ഷരപ്രതി ജീവിച്ചുകൊണ്ട്
അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആർ ശങ്കർ ജീവിതകാലം മുഴുവൻ നടത്തിയത്. समाज के दलित, पीड़ित, शोषित, वंचित, पिछड़े, इस समाज में शिक्षा कैसे पहुंचे, वे शिक्षित कैसे बने, शिक्षा की आहलेख कैसे जगे, इसके लिए उन्होंने अपने जीवन का मुख्य लक्ष्य माना. സമൂഹത്തിലെ ദളിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, ചൂഷണം ചെയ്യപ്പെട്ടവർ, അങ്ങനെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് ആർ ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. गरीबी क्या होती है, पिछड़ापन क्या होता है, पिछड़े होने के नाते समाज में कैसे अपमान सहने पड़ते हैं, इसको मुझे समझाने की किसी को जरूरत नहीं है. मैं इसे भली भांति अनुभव कर चुका हूं. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള അവഗണനയും ഏതൊക്കെ തരത്തിലുള്ള അപമാനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് എന്നുള്ളത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതാരും എന്നെ പഠിപ്പിക്കേണ്ടതില്ല. और इसलिए हम जैसे दलित हो, पीड़ित हो, शोषित हो, वंचित हो, पिछड़े हो, ऐसे लोगों की उंगली पकड़ करके अगर कोई महापुरुष शिक्षा के द्वार तक ले गया हो, हम लोगों की जिंदगी बदलाने लाने का प्रयास किया हो, तो वो हमारे लिए सब कुछ होता है. हमारे लिए वो श्रद्धेय होता है, हमारे लिए वंदनीय होता है. നമ്മളെപ്പോലെയുള്ള ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, ഈ ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൈപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശനദ്വാരത്തിലേക്ക് ആ കൈപിടിച്ച് നടത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര തുല്യനാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പൂജിതനായിട്ടുള്ള വ്യക്തിയാണ്. मैं जब गुजरात का मुख्यमंत्री था, उस समय मुझे नारायण गुरु के उस कर्मभूमि पवित्र स्थान पर आकर के आशीर्वाद प्राप्त करने का अवसर मिला था. और उस समय एसएनडीपी के कार्यकर्ताओं के दिल में समाज के वर्गों के लिए भलाई करने के लिए, शिक्षा का काम बढ़ाने के लिए उनके मन में जो ललक थी, तड़पन थी, वो मैं भली भांति अनुभव करता था. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥാനത്ത് വരാൻ, ഗുരുദേവന്റെ തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. ആ ചടങ്ങിന് വന്നപ്പോൾ SNDPയുടെ പ്രവർത്തകരുടെ, അവരുടെ മനസ്സിൽ ഈ നാട്ടിലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സിൻ്റെ ആഗ്രഹത്തെ, അവരുടെ മനസ്സിൻ്റെ അഭിവാഞ്ചയെ അത് നേരിട്ടറിയാൻ ആ ചടങ്ങിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. मैं आज SNDP का, श्रीमान नटेशन जी का, उनकी पूरी टीम का हृदय से आभार व्यक्त करता हूं कि मुझे समाज के ऐसे सेवक के प्रतिमा के अनावरण का मुझे आज सौभाग्य मिला है. SNDPയുടെ നേതൃത്വം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അവരോട് എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ഈ തരത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാന്റെ പ്രതിമയുടെ അനാവരണം നിർവഹിക്കാൻ അതിന് എനിക്ക് അവസരം തന്നതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. किसी के जीवन में कुछ अच्छी घटनाएं जो याद रहती हैं, मुझे उन अच्छी घटनाओं में आज का ये अवसर हमेशा हमेशा याद रहेगा. ജീവിതത്തിലെ ഏറ്റവും സുഖദമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ സുഖദമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. ഇന്നത്തെ ഈ അവസരം അത്തരത്തിലുള്ള എന്നും എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു അവസരമായിട്ട് ആയിരിക്കും ഞാൻ കണക്കാക്കുന്നത്. आज सार्वजनिक जीवन में कोई 10 साल मुख्यमंत्री रहे, कोई 20 साल मुख्यमंत्री रहे, कोई 15 साल प्रधानमंत्री रहे, कोई 20 साल रहे, लेकिन फिर भी
लोग भूल जाते हैं। आर शंकर जी को सिर्फ 2 साल मिला था, 2 साल, लेकिन उसके बाद भी वे राजनेता से ज्यादा एक समाज सुधारक के रूप में, समाज सेवक के रूप में अपने आप को समर्पित कर दिया और उसके लिए आज भी समाज उनको याद करता है, केरल उनको याद करता है, उनका गौरव करता है। പല മുഖ്യമന്ത്രിമാരും 5-10 വർഷമൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടിരിക്കാറുണ്ട്. പല പ്രധാനമന്ത്രിമാരും 10-15 വർഷങ്ങൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കാറുണ്ട്. പക്ഷേ സമൂഹം അവരെ ഓർമ്മിക്കാറില്ല. ആർ ശങ്കർ അവർ വെറും 2 വർഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. പക്ഷേ 2 വർഷം മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആർ ശങ്കർ അവർകളെ ഇന്ന് കേരളം ഓർമ്മിക്കുന്നു, ഇന്ന് ഈ നാട് ഓർമ്മിക്കുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനുപരി ഒരു സാമൂഹ്യ സേവകൻ എന്നുള്ള നിലയിൽ, സാമൂഹ്യ പരിഷ്കർത്താവ്, സമൂഹത്തിന്റെ നേതാവ് എന്നുള്ള നിലയിലുള്ള പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. एसएनडीपी के जनरल सेक्रेटरी के रूप में आर शंकर जी ने काम किया। पद्मनाभन जी और आर शंकर जी ने एनएसएस को जन्म दिया। और इतना ही नहीं, उन्होंने हिंदू महामंडल का आरंभ किया। और सबसे बड़ी बात, ആർ ശങ്കർ അവർകളും എൻഎസ്എസിന് രൂപം നൽകിയ മന്നത്ത് പത്മനാഭനും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള വലിയൊരു ശക്തിക്ക് രൂപം നൽകി. और उस समारोह में उन्होंने श्यामा प्रसाद मुखर्जी को निमंत्रित किया था। श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी, और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था। ആ ഹിന്ദു മഹാമണ്ഡലം ആർ ശങ്കർ അവർകളും ശ്രീ മന്നത്ത് പത്മനാഭനും ഒരുമിച്ച് രൂപം കൊടുത്ത ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കാനായിട്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിക്കാണ് ആർ ശങ്കർ അവർ ക്ഷണപത്രം അയച്ചത്, ക്ഷണിച്ചത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അന്ന് ജനസംഘത്തിന്റെ നേതാവായിരുന്നു. ആ ജനസംഘത്തിന്റെ തുടർന്നുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ അംഗം എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ശ്യാമപ്രസാദ് മുഖർജിയാണ് ആർ ശങ്കർ അവർ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ക്ഷണിച്ചത്. लेकिन उस समय श्यामा प्रसाद मुखर्जी बीमार थे, इसलिए आ नहीं पाए। लेकिन बाद में वो किसी और काम से तिरुवनंतपुरम आए थे, तो आर शंकर जी उनको विशेष रूप से मिलने के लिए तिरुवनंतपुरम गए थे। അന്ന് ദേഹാസ്വാസ്ഥ്യം കാരണം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിക്ക് ആ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതിനുശേഷം പിന്നീടൊരിക്കൽ മറ്റൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആർ ശങ്കർ അവർകളെ പ്രത്യേകം അദ്ദേഹം അറിയിച്ചു. അതിന്റെ ഫലമായിട്ട് ആർ ശങ്കർ അവർ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ തിരുവനന്തപുരത്ത് പോയി കാണുകയും ചെയ്തു. इतना ही नहीं, कानपुर में जनसंघ का अधिवेशन हुआ था बहुत साल पहले। उस जनसंघ के अधिवेशन में आर शंकर जी, जो कि जनसंघ के सदस्य नहीं थे, उनको विशेष मेहमान के रूप में वहां निमंत्रित किया गया था। അത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ ആ കാലത്ത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നപ്പോൾ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് ആർ ശങ്കർ അവർ ജനസംഘത്തിന്റെ അംഗമല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന അതിഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ജനസംഘ സമ്മേളനത്തിലേക്ക് ശ്യാമപ്രസാദ് അതിനുശേഷം ക്ഷണിക്കുകയും ചെയ്തു. इस देश में अगर किसी सरकार को गरीबों का भला करना है, दलितों का, पिछड़ों का, वंचित का, शोषित का भला करना है, तो श्रीमद नारायण गुरु ने जो रास्ता दिखाया है, अगर सरकारें उस रास्ते पर चले तो इन समाज के लोगों का भला होना निश्चिंत हो जाएगा. ഈ നാട്ടിൽ
പാവപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അതിന് താല്പര്യമുള്ളവർ ഏതെങ്കിലും സർക്കാരിലുണ്ടെങ്കിൽ, ഏതെങ്കിലും സർക്കാരിന് അത്തരത്തിലുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ യാതൊരു സംശയവുമില്ല, ഈ നാട്ടിലെ സർക്കാരുകൾക്ക് ഈ നാട്ടിലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെയും പിന്നോക്കക്കാരുടെയും ഉന്നമനം അത് സാധ്യതമാക്കാൻ സാധിക്കും. और इसलिए दिल्ली में जो वर्तमान सरकार बैठी है उस पर अगर इस देश में किसी का हक है तो इस देश के गरीबों का सबसे पहला हक दिल्ली की सरकार पर है, इस देश के दलितों का है, इस देश के पीड़ितों का है, इस देश के शोषितों का है, इस देश के पिछड़ों का है, इस देश के उपेक्षितों का है। उनका सबसे पहला हक दिल्ली में बैठी हुई सरकार के ऊपर है. ഡൽഹിയിൽ ഇന്നുള്ള അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിൽ ആ അധികാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അംശം, ഏറ്റവും ആദ്യത്തെ അധികാരം, ആ അധികാരം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കാണ്, ഈ നാട്ടിലെ പിന്നോക്കക്കാർക്കാണ്, ഈ നാട്ടിലെ ഉപേക്ഷിക്കപ്പെട്ടവർക്കാണ്, ഈ നാട്ടിലെ ദളിതർക്കാണ്. അവർക്കാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള അധികാരമുള്ളത്. सरकार की जितनी योजना है वो गरीबों को सक्षम बनाने की और गरीबों को गरीबी के खिलाफ लड़ाई लड़ने की ताकत देने वाली अनेक योजनाओं को लेकर के आज दिल्ली सरकार भारत में परिवर्तन लाने का प्रयास कर रही है. ഇന്ന് ഡൽഹിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ ദാരിദ്ര്യത്തിനെതിരായിട്ട് പോരാട്ടം നടത്താൻ, അവർക്ക് ശക്തി തരുന്ന തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അതിന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. अभी नटेशन जी ने कई नए विकास के कामों की एक सूची रखी, चाहे सबरीमलाई का विकास की बात हो, चाहे सबरीमलाई को रेल कनेक्टिविटी की बात हो, चाहे सेंट्रल यूनिवर्सिटी के नामकरण की बात हो, चाहे या विमेन सेल्फ हेल्प ग्रुप के लिए कुछ योजनाएं बनाने की बात हो, अनेक सारे विषय रखे हैं और बड़े महत्वपूर्ण विषय उन्होंने उठाए हैं. अच्छा होता कि मैं आज तुरंत कह देता कि ये होगा, ये होगा, ये होगा, ये होगा, लेकिन मेरी कठिनाई ये है कि दिल्ली में पार्लियामेंट का सत्र चल रहा है. पार्लियामेंट चले या न चले लेकिन सत्र चलता है, और जब सत्र चल रहा है तो हमारे हाथ बंधे हुए हैं कि हम बाहर संसद के सत्र के समय बाहर किसी चीज की घोषणा नहीं कर सकते हैं. और इसलिए उत्तम बातें नटेशन जी ने बताई है, उसके बावजूद भी मैं आज संसद के सत्र को ध्यान में रखते हुए एक भी चीज की घोषणा नहीं कर पाऊंगा. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഇവിടെ വളരെ പ്രാധാന്യമേറിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ശബരിമലയെക്കുറിച്ച് പറഞ്ഞു, ശബരി റെയിൽ പാതയെക്കുറിച്ച് പറഞ്ഞു, കേന്ദ്ര സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീകളുടെ ശാക്തീകരണത്തിനൊതുങ്ങുന്ന സ്വയം സഹായത സംഘങ്ങളുടെ മൈക്രോ ഫൈനാൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വളരെ വളരെ ഉചിതമായിട്ടുള്ള പ്രാധാന്യമേറിയിട്ടുള്ള വസ്തുതകളാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തിയിരുന്നുവെങ്കിൽ. പക്ഷേ ഡൽഹിയിൽ പാർലമെന്റിന്റെ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളന കാലത്ത് പാർലമെന്റിന് പുറത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് ചില പ്രതിബന്ധങ്ങളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എത്ര തന്നെ ആഗ്രഹിച്ചാലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്താൻ എനിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ ആവശ്യങ്ങളൊക്കെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രതിബന്ധം കാരണം, ആ തടസ്സം കാരണം എനിക്ക് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുന്നതിൽ തടസ്സമുണ്ട്.
जिन लोगों को पिछले लोकसभा चुनाव में देश की जनता ने घर भेज दिया, पराजित कर दिया, उन लोगों ने तय किया है हम तो बर्बाद हुए लेकिन तुम्हें भी बर्बाद करके छोड़ेंगे, हम संसद को चलने नहीं देंगे, देश का जो होगा होगा, हमको पराजित किया है, अब देख लो हम कैसा करते हैं। लोकतंत्र का कैसा मजाक बना के रख दिया गया है। കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവര് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഏതായാലും നശിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ നാടിന് എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങളോ നശിച്ചു, ഈ നാടിനെയും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആളുകളുണ്ട്. പാർലമെന്റ് സമ്മേളനം നടന്നാലും നടന്നില്ലെങ്കിലും ശരി, ഈ നാടിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും ശരി, ഈ ഒരു മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ചില ആളുകൾ ഈ നാടിൻ്റെ ജനാധിപത്യം ഏതവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. अभी हमारे राष्ट्रपति प्रणब मुखर्जी साहब कोलकाता गए थे। परसों वहाँ उन्होंने एक भाषण दिया। कभी कभी कुछ लोगों को कुछ बातें राष्ट्रपति जी की इतनी पसंद आती हैं कि हफ्ते भर चलाते रहते हैं, दिखाते रहते हैं, सुनाते रहते हैं। हमारे कांग्रेस के मित्र भी उसको बार बार कोट करते हैं। लेकिन अभी परसों उन्होंने जो कहा, इसकी कोई चर्चा करने को तैयार नहीं है, ऐसे ही जैसे सुना ही नहीं है, ऐसा कर दिया। മിനിയാന്ന് ആദരണീയനായിട്ടുള്ള രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജി അവർകൾ കൽക്കത്തയിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രപതി പറയുന്ന ചില കാര്യങ്ങൾ ആഴ്ചകളോളം കേൾപ്പിക്കുന്ന ആളുകളുണ്ട്, കാണിക്കുന്ന ആളുകളുണ്ട്. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉദ്ധരിച്ച് നിരന്തരമായിട്ട് പ്രചരണം നടത്താറുണ്ട്. പക്ഷേ മിനിയാന്ന് അദ്ദേഹം കൽക്കത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, അവരൊന്നും അത് കേട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവരിപ്പോൾ പെരുമാറുന്നത്. राष्ट्रपति जी ने संसद का वर्णन करते हुए 3D बताया। 3D उन्होंने कहा संसद मतलब 3D, डिबेट, डिसेंट एंड डिसीजन। അദ്ദേഹം പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു 3D ആണ്. 3D ഉൾപ്പെടുന്നതാണ് പാർലമെന്ററി പ്രവർത്തനം. ഒന്ന് ഡിബേറ്റ്, അതായത് ചർച്ചകൾ. 2 ഡിസെന്റ്, അതായത് വിയോജിപ്പിനുള്ള അവസരം. ഡിബേറ്റ്, ഡിസെന്റ് ഓർ ഡിസിഷൻ. 3 ഡിസിഷൻ, അതായത് തീരുമാനം. ചർച്ചകൾക്കും വിയോജനത്തിനും അതോടൊപ്പം തീരുമാനത്തിനുമുള്ള വേദിയാണ് പാർലമെന്റ് എന്നുള്ളതാണ് ശ്രീ പ്രണബ് മുഖർജി അവർകൾ മിനിയാന്ന് കൽക്കട്ടയിൽ പറഞ്ഞത്. उन्होंने तो 3D को खा गए और एक ही डी उनको पसंद आ रहा है। वो एक ही डी पर चलना चाहते हैं। जो डी राष्ट्रपति जी ने बताए उस डी में उनका इंटरेस्ट नहीं है। उनका तो डी है डिस्टरप्ट, उनका डी है डिस्ट्रक्ट, उनका डी है डिमोलिश, उनका यही डी है। രാഷ്ട്രപതി പറഞ്ഞ 3Dക്ക് പകരം ആ 3D അവർ വിഴുങ്ങിക്കളഞ്ഞു. പകരം അവർ പുതിയ 3D കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്ന് ഡിസ്റപ്റ്റ്, തടസ്സപ്പെടുത്തുക. 2 ഡിസ്ട്രോയ്, നശിപ്പിക്കുക. 3 ഡിമോളിഷ്, ഇല്ലാതാക്കുക. ഈ 3Dകളാണ് ഇപ്പോ ഈ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. हमारा तो रास्ता है, राष्ट्रपति जी ने 3D बताए, वो डी हमारे सर आंखों पर, और हमारा चौथा डी है डेवलपमेंट। രാഷ്ട്രപതി പറഞ്ഞ 3D, ആ 3D ആണ് നമ്മളെ സംബന്ധിച്ചോളം മാർഗം, നമ്മളെ സംബന്ധിച്ചോളം മുന്നോട്ടുള്ള യാത്രയുടെ പഥം. അതോടൊപ്പം മറ്റൊരു ഡി കൂടി, ഡെവലപ്മെന്റ്, അതായത് വികസനം. അതാണ് നമ്മുടെ മുദ്രാവാക്യം. मैं आज आर शंकर जी की प्रतिमा के सामने खड़ा हूं
उन्होंने जिस महान कार्य को चालू किया है उसको पूरा करने के लिए हम भरपूर प्रयास करेंगे। ഇന്ന് ആർ ശങ്കർ അവരുടെ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അദ്ദേഹം ഏതൊരു സ്വപ്നമാണ് കണ്ടിരുന്നത്, അദ്ദേഹം ഏതൊരു ആശയമാണോ മുന്നോട്ട് വെച്ചിരുന്നത്, ആ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും। केरल की विकास यात्रा के लिए दिल्ली सरकार को जो भी करना पड़ेगा, कभी दिल्ली सरकार पीछे नहीं हटेगी, 2 कदम आगे चल करके भी केरल को नई ऊंचाइयों पर ले जाएगी, ये मैं आपको विश्वास दिलाता हूं। കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഉപേക്ഷയും ഉണ്ടാകില്ല। 2 അടി മുന്നോട്ട് പോയിക്കൊണ്ട് വേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്। मैं फिर से एक बार एसएनडीपी का, नटेशन जी का, उनके सभी साथियों का और आप सबका भी हृदय से धन्यवाद करता हूं कि इतनी बड़ी संख्या में आकर के आप सबने आज आर शंकर जी को गौरव किया है, अभिनंदन किया है और मुझे भी नमन करने का अवसर दिया है। बहुत बहुत धन्यवाद। ഒരിക്കൽ കൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ, എസ്എൻഡിപിയുടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത്രയും വലിയ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് വന്നുകൊണ്ട് ആർ ശങ്കർ അവർക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ആദരവ് പ്രകടിപ്പിക്കാൻ എനിക്ക് ഒരവസരം തന്ന ഈ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു। എല്ലാവർക്കും നന്ദി।